35 വർഷങ്ങൾ. ജേക്കബ് സാറിന് എല്ലാമായി ആനിയമ്മയും, ആനിയമ്മയ്ക്ക് കൂട്ടായി ജേക്കബ് സാറും. എന്നാൽ ആനിയമ്മയെ തനിച്ചാക്കി ജേക്കബ് സാർ പെട്ടെന്നങ്ങ് പോയി. ജേക്കബ് സാർ ഇല്ലാത്ത ഈ ലോകത്ത് ആനിയമ്മ പിന്നീട് എങ്ങനെയാവും ജീവിച്ചിട്ടുണ്ടാവുക? ആനിയമ്മയെ പറ്റി കൂടുതൽ അറിയണ്ടേ? ആനിയമ്മയുടെ ജീവിതത്തെ പറ്റി അറിയണ്ടേ? സോ ഹലോ ഗായ്സ്, വെൽക്കം ടു ബിബ്ലിയോസി. നമ്മളിപ്പോൾ പറഞ്ഞത് അശ്വതി ശ്രീകാന്തിൻ്റെ കാളി എന്ന പുസ്തകത്തിലെ ആദ്യത്തെ കഥയിലെ കഥാപാത്രങ്ങളാണ്. ജേക്കബ് സാറും ആനിയമ്മയും. ഈ പുസ്തകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ കഥയാണ്. ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് ആനിയമ്മ എന്ന കഥാപാത്രമാണ്. നമ്മുടെ ചുറ്റും കാണുന്ന കുറേ സ്ത്രീകളിൽ കുറേ ആനിയമ്മമാരുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവും. ആനിയമ്മയെ പോലെ കുറേ ആൾക്കാരുണ്ട്, ആനിയമ്മയുടെ സാഹചര്യമുള്ളവരുമുണ്ട്. പക്ഷേ എത്ര പേര് ആനിയമ്മയെ പോലെ ജീവിച്ചിട്ടുണ്ടാവും? എത്ര പേര് ആനിയമ്മ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചിട്ടുണ്ടാവും? എത്ര പേർക്ക് ആ ധൈര്യം ഉണ്ടാവും? അങ്ങനെ നോക്കിയാൽ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അല്ലേ? ആനിയമ്മയുടെ അതേ സാഹചര്യമുള്ള കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ആനിയമ്മയെ പോലെ ചിന്തിച്ചിട്ടുണ്ടാവുന്നവർ വളരെ കുറവായിരിക്കും. എല്ലാവരും ആനിയമ്മയെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ അല്ലേ? ഇങ്ങനെ ആനിയമ്മ മാത്രമല്ല കേട്ടോ, വേറിട്ട സാഹചര്യങ്ങളും അത് തരണം ചെയ്യുന്ന സ്ത്രീകളെ 9 കഥകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് കാളി. അതിലെ ആദ്യത്തെ കഥയാണ് കൊക്കൂൺ മുതൽ ആകാശം വരെ. അതിലെ കഥാപാത്രങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ കഥാപാത്രങ്ങളെയൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവരെയൊക്കെ നമ്മൾ എന്നും കണ്ടിട്ടുള്ളവരായിട്ട് തോന്നും, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് സംസാരിച്ചിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് തോന്നും. ചിലപ്പോൾ നമ്മുടെ വീടുകളിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടോ നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കണ്ട ആൾക്കാരായിട്ട് നമുക്കൊരു സാദൃശ്യം തോന്നും. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. നമുക്ക് ഒരു ദൂരെയുള്ള ഒരാളുടെ കഥ പറയുന്നത് പോലെയല്ല, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ, നമ്മുടെ അടുത്തുള്ള ആൾക്കാരുടെ കഥ ബുക്കിൽ എഴുതി വെച്ച പോലെയാണ് നമുക്ക് ഈ ബുക്ക് വായിച്ചു കഴിയുമ്പോൾ തോന്നുക. ഇത്തരം കഥകളും അവരുടെ ജീവിതവും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആനിയമ്മയുടെ ജീവിതത്തിൽ എന്തായിരിക്കും ബാക്കി സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, ആനിയമ്മ മാത്രമല്ല ബാക്കിയുള്ള 8 കഥാപാത്രങ്ങളും അവരുടെ ജീവിതത്തിൽ എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക, അവരെങ്ങനെയാവും അത് നേരിട്ടുണ്ടാവുക, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാളി വാങ്ങണം, നിങ്ങൾ വായിക്കണം. നമ്മൾ ചില കഥകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വിങ്ങലുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി നമുക്ക് ചില കഥാപാത്രങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സന്തോഷം തോന്നൂലേ? ചിലപ്പോൾ നമുക്കൊരു വിഷമം തോന്നൂലേ? അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ബുക്കുകളാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, കാളി എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാളിയിൽ 9 കഥകളിൽ ഒരു 2-3 എണ്ണമെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ തോന്നും. കുറേ പേർക്കെങ്കിലും അങ്ങനെ തോന്നും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കണം, കുറേ കഥകളെയൊക്കെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ കാളി എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്. കുറേ ഓൺലൈനിൽ കുറേ വീഡിയോ, കുറേ ഷോർട്സൊക്കെ കാണുന്നുണ്ട് കാളീനെ പറ്റിയിട്ട്. പക്ഷേ ഇതുവരെ വാങ്ങിയിട്ടില്ല, വാങ്ങണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കാളീനെ പറ്റിയിട്ടൊരു 3 ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ കഥയായിട്ടുള്ള കൊക്കൂൺ മുതൽ ആകാശം വരെ എന്ന ആ കഥേൻ്റെ ഒരു ഇൻട്രോ പോലെ നമ്മൾ 3 ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതും കൂടി കേട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാളി വാങ്ങിച്ച് വായിക്കുക. ഇനിയിപ്പോൾ ഫിസിക്കലി ബുക്കായിട്ട് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വായിക്കാൻ അവൈലബിൾ ആണ്. അങ്ങനെ നോക്കുക. എന്തായാലും നിങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ വായന തുടങ്ങാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ കാളി മിസ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു എഴുത്താണ് അശ്വതി ശ്രീകാന്തിൻ്റെ കാളി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള അവസരവും സാഹചര്യവും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കാളി വാങ്ങി വായിച്ചു നോക്കണം. ഇനി നിങ്ങൾ കാളി വായിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കഥയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതിലേത് കഥാപാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത്? ഏത് കഥാപാത്രമായിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക? ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ കാളി വാങ്ങിയത്? വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഇനി വാങ്ങുന്നവർക്ക് അത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇനി ഈ വീഡിയോ കണ്ടതിന് ശേഷം കാളി വായിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞിട്ട് എന്താണ് തോന്നിയതെന്ന് നിങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
സോ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ പുസ്തകം അശ്വതി ശ്രീകാന്തിൻ്റെ കാളി എന്നുള്ള ബുക്കാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ, വായിക്കണോ വേണ്ടായോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുകയാണെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട്, നെക്സ്റ്റ് ബുക്ക് ഇൻട്രോ ആയിട്ട്, അടുത്ത പുസ്തക പരിചയമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.